ലൈംഗികാരോപണ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖകൾ തന്റേതെന്ന് സ്ഥിരീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണങ്ങളിൽ പലതും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ സ്ഥിരീകരിക്കുന്നുണ്ട്. രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു. രാഹുലിനായി പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. രാഹുൽ കേരളം വിട്ടുപോയിട്ടില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. രാഹുലിനെ പരിചയപ്പെട്ടത് ഭർത്താവുമായി പിരിഞ്ഞ 5 മാസത്തിന് ശേഷമാണെന്ന് യുവതി മൊഴി കൊടുത്തിരിക്കുന്നു. അതിജീവിതയുടെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട്. യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന്, പാലക്കാട് നിന്ന് നന്ദഗോപാലും. ആദ്യം സിജോ, എന്താണ് ഈ കേസിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിഷയത്തിൽ ആദ്യമായി പുറത്തു വരുന്നത്, രാഹുലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന വിവരങ്ങളായിരുന്നു. കാരണം ഒരു യുവ നേതാവ് ഒരു സ്ത്രീയെ പ്രഗ്നന്റ് ആക്കുന്നു, അതിനുശേഷം ഈ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ചില ഓഡിയോ റെക്കോർഡ്സ് കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ളത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ കൂടി കൊടുക്കുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, രാഹുൽ അത് താങ്കളുടെ ഓഡിയോ ആണോ, താങ്കളാണോ ഇത് സംസാരിക്കുന്നത്? ആ ഒരു സമയത്ത് അത് തന്റേതാണെന്ന് പറയാനോ അത് തന്റേതല്ല എന്ന് പറയാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് സമ്മതിക്കേണ്ടി വന്നു. ഇന്നലെ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് രാഹുൽ അത് പറയുന്നത്. അത് തന്റേതാണെന്നുള്ളത് തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതായത് ഈ യുവതിയുമായി താൻ സംസാരിക്കുന്ന ഓഡിയോ അത് അവർ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അത് പറയുമ്പോൾ തീർച്ചയായും അത് തന്റെ ഓഡിയോ ആണെന്നുള്ള കാര്യം രാഹുൽ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളുടെ പ്രധാന ഒരു പ്രചരണം പറഞ്ഞിരുന്നത്, ഈ യുവതി നേരത്തെ വിവാഹം കഴിച്ചിരുന്നുവെന്നും ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം മറച്ചു വെച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22-ാം തീയതിയാണ് ഈ യുവതി ആദ്യം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം വളരെ കുറച്ച് ദിവസം മാത്രമേ ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കുന്നുള്ളൂ. ഭർത്താവിന്റെ അടുത്ത് നിന്ന് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു. സഹികെട്ട് അതിജീവിത അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു മാസത്തോളം ഭർത്താവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. രാഹുൽ ഈ വിഷയങ്ങളൊക്കെ മുഴുവൻ കേട്ടു. ഈ ഭർത്താവ് തന്നെ ഈ യുവതിയെ ചൂഷണം ചെയ്തിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അടുപ്പത്തിലേക്ക് വരുന്നത്. രാഹുൽ ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും രാഹുൽ പല ഘട്ടത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ യുവതിയുമായിട്ടുള്ള ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊരു മുതലെടുപ്പിലേക്ക് പോകുന്നതെന്നുള്ളതാണ് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ രാഹുൽ തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ ഇപ്പോൾ നടത്തിക്കുന്ന പ്രചരണം അത് പൂർണ്ണമായും തെറ്റാണെന്ന രീതിയിലേക്ക് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള രാഹുലിന്റെ നീക്കങ്ങളെ അന്വേഷണ സംഘം വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. രാഹുൽ കേരളം വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം വിട്ടു പോയാൽ അതൊരു പക്ഷേ രാഹുൽ ഒളിവിൽ പോയതാണെന്നുള്ള പ്രതീതി സൃഷ്ടിക്കും. അത് തീർച്ചയായും പോലീസ് കോടതിയിൽ അതൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എടുത്തു കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് സംസ്ഥാനം വിട്ടുപോകുന്നത്, ജില്ല വിട്ടുപോകുന്നത് അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് രാഹുൽ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്, പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒക്കെ സ്ഥലങ്ങളിലായിട്ട് മാറി മാറി നിൽക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. പോലീസിന് ലഭിച്ചിരിക്കുന്ന മറ്റൊരു നിയമോപദേശം